ഹലോ, ഡേ 2 ആയി ഞങ്ങൾ ചൂസ് ചെയ്തത് ഡെസേർട്ട് സഫാരി ആയിരുന്നു. എൻ്റെ കൂടപ്പിറപ്പിനോട് കൂടെ വരുന്നോ എന്ന് ചോദിച്ചെങ്കിലും ലീവില്ല എന്നുള്ള കാരണം കൊണ്ട് ഞങ്ങൾ 3 പേരും തന്നെ പോകാൻ തീരുമാനിച്ചു. 3:30 ആകുമ്പോൾ ഞങ്ങളോട് അവിടെ എത്താനായിരുന്നു അവർ പറഞ്ഞത്. ഞങ്ങളവിടെ എത്തുമ്പോഴത്തേനും ഏകദേശം ആൾക്കാരൊക്കെ എത്തി തുടങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഞങ്ങളോട് പറഞ്ഞ സൈഡിലോട്ടേക്ക് പോയി. അവിടെ എത്തിയപ്പോഴായിരുന്നു ഞങ്ങൾ ഞെട്ടിയത്. കാരണം അത്രയും വലിയൊരു ക്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു ഉത്സവത്തിന് പോയ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഒരു ഹാഫ് ആൻ അവർ ക്യൂ നിന്നിട്ടായിരുന്നു ഞങ്ങൾക്ക് കയറാൻ പറ്റിയത് തന്നെ. ഞങ്ങൾ 7 പേരായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. പൊന്നപ്പൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ആളുടെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ ഉണ്ട്. അതെന്നോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, അമ്മ പേടിയാവുന്നുണ്ട് എന്ന്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം മുന്നേ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളൂ, മരുഭൂമിയിലൂടെ 4x4 വെഹിക്കിൾ ഇങ്ങനെ പോണതും ഭയങ്കര പൊടിയൊക്കെ പറത്തി നല്ല കിടുവായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരിക്കും എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഒരു ത്രില്ലിലായിരുന്നു. നാട്ടിൽ ഓഫ് റോഡൊക്കെ പോയിട്ടുണ്ടെങ്കിലും UAE വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ഓഫ് റോഡാണിത്. കുറച്ച് ദൂരം ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ പൊന്നപ്പന് ടെൻഷനായി. കാരണം മുന്നോട്ട് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, ഫുള്ള് മരുഭൂമിയും പൊടിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണ് പോണത്, എന്തിനാണ് പോണത്, അവിടെ പോയാൽ എന്താ കാണുക, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആൾക്ക്. ഞങ്ങളൊന്നും ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം അവൾ അവിടെ എത്തി അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ പോയത്. ഏകദേശം ഒരു 20 മിനിറ്റ്സിൻ്റെ ഓഫ് റോഡിന് ശേഷമാണ് ഞങ്ങൾക്ക് അലോ ചെയ്തിട്ടുള്ള ക്യാമ്പിനടുത്ത് എത്തിയത്. ആ ടൈം തന്നെ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഫാൽക്കണ കയ്യിൽ വെച്ചിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ ആയിരുന്നു എടുത്തത്. കണ്ണപ്പൻ ഇത് കയ്യിൽ നിന്ന് വിറക്കണ കണ്ടപ്പോൾ ഉള്ള പേടിയിൽ പെട്ടെന്ന് അതിനെ അങ്ങ് ഒഴിവാക്കി. പിന്നെ ഞാനും ഏട്ടനും മാത്രമേ നിന്നുള്ളൂ. പിന്നെ അവൾക്ക് കുതിരപ്പുറത്ത് കയറണമെന്ന് പറഞ്ഞു. കയറപ്പോൾ ഉത്സാഹമൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഫോട്ടോസും വീഡിയോസിനൊക്കെ നിന്ന് തന്നായിരുന്നു ആൾ. പിന്നെ ഞങ്ങൾ 4x4 ഒരു ജീപ്പ് എന്ന് പറയാൻ പറ്റില്ല, ബൈക്ക് എന്നും പറയാൻ പറ്റില്ല, ശരിക്കും എക്സാക്റ്റ് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ആ സംഭവമാണ് ട്രൈ ചെയ്തത്. ഹസ്ബൻഡ് അത് ഓടിക്കാനിരുന്നു, പൊന്നപ്പനതിൻ്റെ പുറകിലിരുന്നു. ഭയങ്കര കൂളായിട്ട് ഇരിക്കേണ്ട ആൾ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഊഴായിരുന്നു. ഞാൻ ആദ്യം ഹെൽമെറ്റൊക്കെ വെക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് വീഡിയോസും ഫോട്ടോസും ഹെൽമെറ്റൊക്കെ വെച്ചെടുത്തു. പിന്നെ ഞങ്ങളങ്ങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ അത് ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ടായി. നോർമലി കാറിൽ പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം പേഴ്സണലി ബൈക്കും ബുള്ളറ്റൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ മരുഭൂമിയിലൂടെയുള്ള ആ ഒരു 20 മിനിറ്റ്സ് ഞാൻ നന്നായി എൻജോയ് ചെയ്തു. കാരണം എനിക്കിഷ്ടപ്പെട്ടിരുന്നത്. ഒരേ ടൈം തന്നെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു അവിടെ, ഞങ്ങളെപ്പോലെ വീഡിയോസ് എടുത്തും ഫോട്ടോസ് എടുത്തും ഒക്കെ ആയിട്ട്. പുറത്തുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അകത്തോട്ടേക്ക് പോകാമെന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്. ക്യാമ്പിൻ്റെ അകത്തുള്ള വീഡിയോ ആയിട്ട് പാർട്ട് 2 വരുന്നതായിരിക്കും.